വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ബീച്ച് ജനറൽ ആശുപത്രിയിൽ മരുന്ന് പ്രതിസന്ധി. ഇവിടെ എത്തുന്ന പലരും മരുന്ന് ലഭിക്കാതെ നിരാശയോടെ മടങ്ങുകയാണ്. പതിവ് കാഴ്ചയാവുകയാണ് ഇത്. ആവശ്യത്തിന് മരുന്ന് പോലുമില്ലാതെ രോഗികൾ പ്രതിസന്ധിയിലാകുന്നു. വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ്ന, വലിയ തിരക്കുള്ള ആശുപത്രിയാണോ ഈ ജനറൽ ആശുപത്രി? എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിസന്ധികളായി പറയുന്നത്? അജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്രയേറെ തിരക്കേറിയ ആശുപത്രി തന്നെയാണ് ബീച്ച് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ മെഡിക്കൽ കോളേജിനേക്കാൾ അധികം ആൾക്കാർ, സാധാരണക്കാരായ ജനങ്ങൾ എത്തുന്നത് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എത്തുന്ന രോഗികളെല്ലാം വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വലിയ നിരാശയോടെ ഇവിടെ നിന്ന് മടങ്ങേണ്ട അവസ്ഥ തന്നെയാണ് കാണുന്നത്. നമ്മളോട് പ്രതികരിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വലിയ കഷ്ടതകളും അല്ലെങ്കിൽ ആശുപത്രിയിൽ രാവിലെ എത്തിയത് മുതൽ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുമാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പനി മുതൽ വലിയ രോഗങ്ങൾ, അതായത് ഗുരുതര രോഗങ്ങളും അടക്കമായിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്നതാണ്. അതായത് ഫാർമസിയിലെ മരുന്ന് ലഭ്യത എന്ന് പറയുന്നത് ഒരു 7 മരുന്ന് എഴുതി കൊടുത്താൽ അതിൽ ഒന്നുപോലും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് സാധാരണക്കാരായ രോഗികൾ ഇവിടെ നിന്ന് ഉയർത്തുന്നത്. കാരണം അവർ പലതും സ്വകാര്യ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസികളിലേക്കാണ് എഴുതി നൽകുന്നത്. അത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരെ ദിവസ കൂലിക്ക് പണിയെടുക്കുന്ന രോഗികളുടെ കീശ കാലിയാക്കും അല്ലെങ്കിൽ അവരെ വലിയ ജീവിത പ്രതിസന്ധിയിലാക്കും എന്നതിൽ സംശയമില്ല. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബീച്ച് ജനറൽ ആശുപത്രിയിലെ OP കൗണ്ടറിലാണ്. ഞങ്ങളിവിടെ രാവിലെ 8 മണിക്ക് എത്തിയത് മുതൽ ഇവിടെ വലിയ നീണ്ട നിരയാണ്. അതായത് വലിയ അസുഖങ്ങൾ മുതൽ, അതായത് ഇങ്ങനെ ക്യൂ നിൽക്കാൻ പറ്റാത്ത ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവരടക്കം 8 മണി മുതൽ 7:30 മുതൽ ഇവിടുത്തെ കാഴ്ച ഇതാണ്. അതായത് വലിയ നീണ്ട നിരയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് ഇതുവരെ, അതായത് ഇപ്പോൾ സമയം 11 മണിയോട് അടുക്കാറായി. ഇവിടെ നിന്ന് ഈ ക്യൂവിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ക്യൂവിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 ജീവനക്കാർ വേണ്ട OP കൗണ്ടറിൽ ഇപ്പോൾ ആകെയുള്ളത് 2 ജീവനക്കാർ മാത്രമാണ്. ഇത്രയും വലിയ രോഗികൾ, അതായത് ഈ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്രയേറെ ആശ്രയമാവുന്ന, അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയണമെന്നില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി അതിന് സമ്മതിക്കണമെന്നില്ല. വലിയ വിലക്കുറവിലാണ് ഇവിടെ നിന്ന് മരുന്നുകളും അല്ലെങ്കിൽ ചികിത്സയും ലഭിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ജനറൽ ആശുപത്രിയെ ഇത്രയധികം സാധാരണക്കാർ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അതായത് ഇത്രയും വലിയ ക്യൂ, അതായത് വലിയ പുറകിലടക്കം വലിയ രോഗികളുണ്ട്, വലിയ രോഗവുമായിട്ട് ഈ സൗജന്യ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ ആശുപത്രികളിൽ സാധാരണക്കാരാണ് അതിനെ ആശ്രയിക്കുന്നത്. അല്ലാത്തവർക്കും ആശ്രയിക്കാം, അത് ഓരോരുത്തരുടെ പൗരബോധം അനുസരിച്ച്. പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാരാണ് കൂടുതലും ആശ്രയിക്കുന്നത്. സൗജന്യമായി ചികിത്സ നൽകുന്ന ഇടം ഈ ജനറൽ ആശുപത്രിയിൽ മരുന്ന് ലഭിക്കാത്തതാണോ അതോ ആവശ്യത്തിന് ആളുകളില്ലാത്തതാണോ, ജീവനക്കാരില്ലാത്തതാണോ പ്രധാന പ്രതിസന്ധി? എന്താണ് ഈ നീണ്ട ക്യൂവിൻ്റെയും പ്രതിസന്ധിയുടെയും കാരണം? അവരെന്താണ് പറയുന്നത് രോഗികൾ? അജിംഷാദ്, ഈ ഫാർമസിയിലെ മരുന്ന് ലഭ്യതക്കുറവും ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും രണ്ടും ജനറൽ ആശുപത്രിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി അടക്കം ഇവിടെ മരുന്ന് ക്ഷാമം ഇല്ലെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആശുപത്രിയിലെ അധികൃതരടക്കം ഇവിടെ മരുന്ന് ക്ഷാമം ഉണ്ടെന്ന് സമ്മതിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ജീവനക്കാരുടെ കുറവില്ല എന്ന് സമ്മതിക്കാതിരിക്കുമ്പോഴും ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നമ്മൾ നേരിട്ട് കാണുന്ന അവസ്ഥ ഇതാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് ജീവനക്കാർ നീണ്ട ക്യൂവും ജനങ്ങളുടെ ഇറങ്ങി വരുന്ന ആളോട് ചോദിക്കൂ എന്താണ് അയാളുടെ പ്രതിസന്ധി എന്ന് അദ്ദേഹം പറയട്ടെ. മേഘ്ന, തീർച്ചയായും ഇവിടുത്തെ പ്രതിസന്ധികൾ എങ്ങനെയാണ്? ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കുറച്ച് ദിവസങ്ങളായി ബീച്ച് ഹോസ്പിറ്റലിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഏകദേശം 11 മണി കഴിഞ്ഞു, 12 മണിക്ക് അവസാനിക്കുന്ന OP ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിന്റെ വരി നടക്കുന്നത് ഗേറ്റിനടുത്താണ്, റോഡിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ 2 മണിക്കൂറിലധികം വരി നിന്നിട്ടാണ് ഓരോരുത്തർക്കും OP ടിക്കറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 ആളുകൾ ജോലിക്ക് വേണ്ടെടുത്ത് വെറും 2 ആളുകൾ മാത്രമാണ് ജോലിയിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് തന്നെ മറ്റൊരു കൗണ്ടർ, OP കൗണ്ടർ കുട്ടികൾക്കും മറ്റുമായിട്ട് മറ്റൊരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ വലിയ നിര കാണുന്നു. അവിടെ ആകെ ഒരാളാണ് ജോലിക്കുള്ളത്. ഇതുപോലെ തന്നെ ഫാർമസിയിലാണെങ്കിൽ 4 കൗണ്ടറുകളിലുള്ളിടത്ത് ആകെ 2 കൗണ്ടറുകളിൽ മാത്രം വർക്ക് ചെയ്യുന്ന അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ജോലിക്ക് ആളുകളുടെ എണ്ണക്കുറവ് കാണുന്നു. എന്നാൽ ഇത് നികത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല.
അതോടൊപ്പം തന്നെ മരുന്നുകൾ ഒരു 10-11 മരുന്നുകൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻ്റ് അടക്കം എഴുതി കൊടുക്കുമ്പോൾ അതിൽ 8 എണ്ണം ഇവിടെ ഇല്ല, 3 എണ്ണം ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും എന്നിട്ട് ആ 3 എണ്ണം നിൽക്കുന്നതിന് വാങ്ങുന്നതിന് തന്നെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പോരായ്മകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിലവിൽ 2 ആളുകൾ നിൽക്കുന്ന, ആ ജോലിക്ക് നിൽക്കുന്നവരെ തന്നെ വേണ്ട രീതിയിൽ പ്രവൃത്തി പരിചയം ഇല്ലാത്തവരാണെന്നുള്ളതാണ് വലിയ പ്രശ്നം. കാരണം ഒരാളുടെ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് വേണ്ടി 10 മിനിറ്റിലധികം സമയമെടുക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. കാരണം നമുക്കറിയാം ഈ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്, ഈ ക്യൂവിൽ നിന്ന് ആളുകൾ നീങ്ങി തുടങ്ങുന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രം 2-2.5 മണിക്കൂറും ഓരോരുത്തരും പോകുമ്പോൾ ചോദിക്കുമ്പോൾ 2.5 മണിക്കൂറായി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, ഇതാണ് ഇവിടുത്തെ ഓരോ രോഗികൾക്കും പറയാനുള്ളത്. ഇത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇവിടെ ഉള്ള ഓരോരുത്തരും പോകുന്നത്. പക്ഷേ ഇവിടുത്തെ അധികൃതർ ഒന്നും ഇത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മുന്നേ ഫാർമസിയിൽ പോയപ്പോഴടക്കം വലിയ നിരാശയോടെ രോഗികൾ തിരികെ പോകേണ്ട അവസ്ഥയാണ്. കാരണം ഇവിടെ മരുന്ന് സംഭരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒ പിയിലെ ടിക്കറ്റ് നിരക്കും അല്ലെങ്കിൽ ഒ പിയിലെ തിരക്കുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത വർഷത്തേക്കുള്ള മരുന്ന് സംഭരിക്കാറ്. എന്നാൽ ഒ പിയിലെ തിരക്ക് ജനങ്ങളുടെ തിരക്ക് കൂടിയതാണോ അല്ലെങ്കിൽ സംഭരിക്കുന്നതിൽ വന്ന പിഴവാണോ എന്ന് വ്യക്തതയില്ല. പക്ഷേ ഇവിടെ മരുന്ന് ലഭ്യത കുറവുണ്ട്, ജീവനക്കാരുടെ കുറവുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളെ അത്രത്തോളം ബാധിക്കുന്നുമുണ്ട്. പക്ഷെ ഞങ്ങൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ള മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകി വന്നത്. എന്തായിരുന്നാലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ, ബീച്ച് ജനറൽ ആശുപത്രിയിലെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അത് ക്യാരി ചെയ്യാനുള്ള, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ജീവനക്കാരവിടെ ഇല്ല. ഒപ്പം മരുന്നിൻ്റെ ക്ഷാമം, ഇത്തരത്തിലുള്ള വലിയ പരാതികളാണ് അവിടെ നിന്നും വരുന്നത്. മേഘ്ന, അതായത് ഈ നേരത്തെ തന്നെ ഇത്തരത്തിൽ പല ആശുപത്രികളിലും, ജനറൽ ആശുപത്രികളിലും മരുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി അത് നിഷേധിച്ചാണ് രംഗത്തെത്തിയത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ മേഘ്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതിലെ പിഴവാണോ, അതോ മരുന്ന് ശേഖരിച്ചു വെക്കുന്നതിലെ പിഴവിന് പുറമേ ഈ ജീവനക്കാരില്ലാത്തതാണോ, മറ്റു ഡോക്ടർമാരുടെ കുറവുണ്ടോ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടിയൊന്ന് പോയാൽ മേഘ്ന. അജിംഷാദ്, ഇത് വെറും കോഴിക്കോട് ജനറൽ ആശുപത്രിയിലെ കഥയല്ല അല്ലെങ്കിൽ കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരവും ആലപ്പുഴയും കോട്ടയവും അടക്കമുള്ള മെഡിക്കൽ കോളേജിൽ ഇതേ മരുന്നുകളുടെ ലഭ്യതക്കുറവും അല്ലെങ്കിൽ ഇത്ര വലിയ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്ര വലിയൊരു ഒ പി കൗണ്ടറുകളിലെ നിരയും നമ്മൾ കണ്ടതാണ്. ഇതിൽ നമ്മൾ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രോഗികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ലഭ്യത എണ്ണത്തിൽ വന്ന വർധനയാണ് ഇത്തരത്തിൽ മരുന്നുകളുടെ സ്റ്റോക്കുകൾ കുറയാനും ഒക്കെയുള്ള കാരണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒ പി കൗണ്ടറിലെ തിരക്ക് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ 8 മണിക്ക് വന്നത് തൊട്ട് ഈ വലിയ നിര നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അത്രത്തോളം, അതായത് വലിയ രോഗങ്ങൾ, അതായത് പനി മുതൽ വലിയ രോഗങ്ങളടക്കം, അതായത് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മരുന്ന് വാങ്ങി മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രോഗികൾ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഇത്ര വലിയ ലൈനിൽ ആകെ 2 ആളേ ഉള്ളൂ. അതിന് പ്രാഥമിക സൗകര്യങ്ങളില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച മുമ്പ് 5 റുപ്യേനെ അതിപ്പോൾ 10 റുപ്യയാക്കി. അങ്ങനെ മരുന്നിന് വേറെ ക്യൂവിൽ നിൽക്കണം. എന്നാൽ മരുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ്റെ മരുന്ന് മാത്രമാണ് കൊടുക്കുന്നത്. മറ്റുള്ള ഒരു മരുന്നും ലഭ്യതകളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞ ഒരു സൗകര്യമില്ല. അതാണ് കുട്ടികൾക്ക് പ്രത്യേക കൗണ്ടറോ ഷീറ്റ് കൊടുക്കാനുള്ള സംവിധാനമില്ല. ചെറിയ ചെറിയ കുട്ടികൾ ഇവിടെ ഓർത്തോൻ്റെ സംബന്ധമായിട്ട് കുട്ടികൾ വന്നിട്ട് ഇതേ തിരക്കിൽ നിൽക്കുകയാണ്. വലിയ മാരകമായുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നിൽക്കുന്നത്. പിന്നെ സെക്യൂരിറ്റികളൊക്കെ മാറി നിൽക്കുകയാണ്. ഇവിടെ അങ്ങോട്ടേക്ക് ഒരു കൗണ്ടർ സൗകര്യം ചെയ്തിട്ട് ഷീറ്റ് എടുത്ത് പോകുന്ന ആളുകൾക്ക് അങ്ങോട്ട് മാറി നിന്ന് ഓർക്ക് പോകാനുള്ളൊരു സൗകര്യം ഇവിടെ ആരും ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പരാതി ഉണ്ടെങ്കിൽ സൂപ്രണ്ടിനെ പോയി കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. സൂപ്രണ്ട് എവിടെയാണെന്ന് അറിയുന്നില്ല. അതിനുള്ള സൗകര്യം സെക്യൂരിറ്റി ചെയ്തു തരുന്നില്ല. അങ്ങനത്തെ ഒക്കെ രാവിലെ വന്നാണ്, 9 മണിക്ക് വന്നാണ്, ഇപ്പം 11:30 മണിയാനായി, ഇതുവരെ ഷീറ്റ് ഇട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൗണ്ടറിൽ ആളില്ല. 4 കൗണ്ടറിലുള്ളിൽ ആകെ 2 ആളാണ് അങ്ങനെ നിൽക്കുന്നത്. അജിംഷാദ്, ഇതാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ഓരോ രോഗികളും പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വരയ്ക്ക് പണിക്ക് ഇഞ്ഞും പോണോ? ഞാൻ സാറോട് ചോദിച്ചിട്ട് വന്നതാ. രാവിലെ വന്ന ഒരു 10 മണിയാകുമ്പോ വന്ന്. ഇവിടുത്തെ പ്രതിസന്ധികളെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവരിങ്ങനെ തന്നെയാണ്. പൈസ വാങ്ങും, മരുന്നൊക്കെ പുറത്തേക്ക് എഴുതി തരിക. ഓ ഉണ്ട്. ഞാൻ ജനിച്ചപ്പോ തന്നെ ഈ ആസ്പത്രിയിൽ തന്നെ വന്നേ. രാവിലെ വന്നതാ. മരുന്നെല്ലാം പുറത്തു പോയി തന്നെയാണ്. എന്തെങ്കിലും ചെറിയ മരുന്ന് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടും, ബാക്കിയൊക്കെ പുറമെന്ന് വാങ്ങാം. ഞാൻ സ്ഥിരമായിട്ട് 2.5 കൊല്ലമായി ഇവിടെ തന്നെ മരുന്ന് വാങ്ങണം. അജിംഷാദ്, ഇവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും പല തരത്തിലുള്ള പ്രതിസന്ധികളാണ് പറയാനുള്ളത്. അതിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവും ഈ വലിയ ക്യൂവും പാർക്കിംഗ് സൗകര്യം
സൗകര്യങ്ങൾക്ക് പറയാനുണ്ട്. എന്തായാലും ഇവിടെ വലിയ രോഗവുമായി എത്തുന്ന രോഗികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് അധികൃതരും ആശുപത്രി അധികൃതരും ഇതിൽ ഇടപെടേണ്ട സർക്കാരും ഒക്കെ മുന്നോട്ട് വരുന്നത്. ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവേണ്ടതാണ്. അജിംഷാദ്. തീർച്ചയായും, കാരണം ഈ ആന്റിബയോട്ടിക്കുകൾ പോലെയുള്ള പ്രധാനപ്പെട്ട മരുന്നുകളുടെ കുറവാണ് ഇത്തരത്തിൽ ജനറൽ ആശുപത്രി, ബീച്ച് ജനറൽ ആശുപത്രിയിൽ, ബാലുശ്ശേരി ആശുപത്രിയിൽ ഒക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അവിടെ നിന്ന് നേരിട്ട് തീർച്ചയായും മേഘ്ന. അജിംഷാദ്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്നലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വില കൂടിയ ആന്റിബയോട്ടിക്കുകൾ മാത്രമാണ് ഉള്ളത്, ആന്റിബയോട്ടിക്കുകളുടെ ക്ഷാമം മാത്രമാണുള്ളത് എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ട് എന്നും ഇങ്ങനെയുള്ള ക്ഷാമം എന്ന് പറയുന്ന വാർത്തകളൊക്കെ അസംബന്ധമാണെന്ന രീതിയിലാണ് ഇവിടെ നിന്ന് അധികൃതർ പ്രതികരിച്ചത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലെ ക്യൂവിന്റെ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഗർഭിണിയായ സ്ത്രീകളടക്കം അല്ലെങ്കിൽ ഇതുപോലെ പ്രായാധിക്യമായിട്ടുള്ള അസുഖങ്ങൾ അടക്കമുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ അധികൃതർ പറയുന്നതല്ല ഇവിടുത്തെ വാസ്തവം. 7-8 മരുന്നുകൾ എഴുതി കൊടുത്താൽ ആ ഒരു മരുന്ന് മാത്രം വാങ്ങി ബാക്കി സ്വകാര്യ ആശുപത്രിയിലേക്ക് എഴുതി കൊടുക്കുന്ന രീതിയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ബില്ല് വരുന്നത്. കാരണം ജനറൽ ആശുപത്രിയെ പ്രധാനമായിട്ടും ഗവൺമെന്റ് ആശുപത്രികളെ സാധാരണക്കാർ ആശ്രയിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ അവരുടെ സാമ്പത്തിക നിലയ്ക്ക്, അതായത് ദിവസ കൂലിക്ക് പണിയെടുക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും. അങ്ങനെയുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ നിന്ന് മരുന്നുകൾ വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സ്വകാര്യ ഫാർമസികളിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ അത് സാധിക്കില്ല. സാധാരണക്കാരന്റെ ബജറ്റ് തന്നെ തീർച്ചയായും. അതായത് അഭിരാമി എന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അഭിരാമി എന്ന പെൺകുട്ടിയുടെ വാർത്ത വന്നിരുന്നു. ഇങ്ങനെ മരുന്ന് ലഭിക്കാത്തത് കൊണ്ട് അവരുടെ അച്ഛൻ പുറത്തേക്ക് പോയപ്പോൾ 850 രൂപയാണ് ഈ മരുന്നുകൾക്ക് ഉള്ള തുകയായി പുറത്ത് സ്വകാര്യ ഫാർമസി ഈടാക്കുന്നത്. പിന്നീട് തിരിച്ചെത്തുമ്പോൾ ഡോക്ടർ മരുന്ന് മാറി എഴുതുന്നു അല്ലെങ്കിൽ മാറ്റി എഴുതി നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തായിരുന്നാലും മരുന്ന് ക്ഷാമം എന്നത് കേവലമായ ഒരു രാഷ്ട്രീയവാദമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നമുക്ക് കേരള വിഷന് ബോധ്യമാകുന്നത്. അല്ലേ മേഘ്ന? തീർച്ചയായും അജിംഷാദ്, മരുന്ന് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ നിലനിർത്താനുള്ള അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിനാണ് ഇവിടെ ക്ഷാമം വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത്. കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒന്നും എടുക്കാതെ തന്നെ ഇത് ഇവിടുത്തെ കേരള വിഷൻ ന്യൂസിന്റെ സംഘം ഇവിടെ ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ കണ്ട യാഥാർത്ഥ്യമാണിത്. ഈ യാഥാർത്ഥ്യത്തോട് കണ്ണടച്ചുകൊണ്ട് ഇവിടുത്തെ ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ആർക്കും ഇത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല. അതാണ് ഇത്രയും ഫാർമസികളിൽ മരുന്ന് ലഭിക്കുന്നില്ല, ഇത്രയും നീണ്ട നിരകളടക്കം. തീർച്ചയായും വളരെ ഗൗരവമുള്ള സാഹചര്യം. ബീച്ച് ജനറൽ ആശുപത്രി, കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു, ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമാകുന്നു, രോഗികൾ സാധാരണക്കാർ വലയുകയാണ്. പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള രോഗങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആന്റിബയോട്ടിക്കുകൾ അടക്കമുള്ള അനിവാര്യമായി വേണ്ട ജീവൻ രക്ഷാ മരുന്നുകൾ കുറയുന്നു എന്നുള്ളതാണ്. മന്ത്രിയുടെ നിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ഇത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ ബോധ്യമാകുന്നത്. അവിടെ വരുന്നവർ, അവിടെയുള്ള ക്യൂവിൽ നിൽക്കുന്ന സാധാരണക്കാരൊക്കെ പറയുന്നതാണ്. കേവലം രോഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യമാക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്, വിവരം തന്നെയാണ്, വാർത്ത തന്നെയാണ് മേഘ്ന മുരളി നൽകിയത്. എന്തായാലും ദൃശ്യങ്ങളുടെ കൂടി പിൻബലത്തോടെ തീർച്ചയായും ഈ വിവരങ്ങളാണ് മേഘ്ന മുരളി പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം. കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 100 നഴ്സുമാർക്കെതിരെ കേസെടുത്തു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുമായി എം വിജിൻ MLA വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു.